മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കീഴിൽ ജനത്തെ മടുപ്പിച്ചു വെറുപ്പിച്ച് മുന്നോട്ടു പോകുകയായിരുന്ന സർക്കാർ ആശുപത്രി സംവിധാനങ്ങൾ. അതുകൊണ്ട് തന്നെ നാട്ടിൽ സ്വകാര്യ ആശുപത്രികൾ തഴച്ചു വളരുകയുമായിരുന്നു. പഞ്ചനക്ഷത്ര റിസോർട്ടുകളെ വെല്ലുന്ന രീതിയിലുള്ള മെഡിക്കൽ സിറ്റികളും വൻകിട ആശുപത്രി സമുച്ചയങ്ങൾ കേരളത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് മുളച്ചുപൊന്തി. ചില അമേരിക്കൻ കമ്പനികൾ കേരളത്തിലെ ആ ഒരു ആരോഗ്യ മേഖലയിൽ സഹസ്ര കോടികളുടെ മുതൽ മുടക്ക് നടത്തിയതും ഈ ഒരു അടുത്ത കാലത്താണ്. കാര്യം നമുക്ക് ആരോഗ്യ മേഖലയിൽ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ഫാമിലി ക്ലിനിക് ഉണ്ട്, അതിന് മുകളിൽ കമ്മ്യൂണിറ്റി ക്ലിനിക് ഉണ്ട്, അതിന് മുകളിൽ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട്, അതിന് മുകളിൽ താലൂക്ക് ആശുപത്രികളുണ്ട്, അതിന് മുകളിൽ ജില്ലാ ആശുപത്രികളുണ്ട്, ഒടുവിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. താഴെത്തട്ടിൽ നിന്ന് ആവശ്യമനുസരിച്ച് മാത്രം ആളുകളെ മുകളിലേക്ക് വിടുക. എന്നാൽ താഴെത്തട്ടിലുള്ള ഡോക്ടർമാർ ഏത് രോഗി വന്നാലും പനി വന്നാലും ശരി അല്ലെങ്കിൽ നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യും. അവിടെ പോകട്ടെ എന്ന് വെക്കും. പിന്നീട് താലൂക്ക് ആശുപത്രിക്കാർ പനിയോ അങ്ങനെയുള്ള ചികിത്സ ഒഴികെ ബാക്കി എന്തെങ്കിലും വന്നാൽ ഉടനെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. മെഡിക്കൽ കോളേജിൽ പോയി ക്യൂ നിന്ന് മടുത്ത് ആളുകൾ ഓടി സ്വകാര്യ ആശുപത്രിയിൽ പോകും. ഇതാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം. പാവപ്പെട്ട മനുഷ്യർ മാത്രം നിവൃത്തിയില്ലാതെ മണിക്കൂറുകളോളം ആശുപത്രികളിൽ ക്യൂ നിൽക്കും. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? കഴിവുള്ള മന്ത്രിമാർ ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, ഈ ആശുപത്രിയിലെ മരുന്ന് വാങ്ങുന്നതിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അവിടുത്തെ മെയിൻ്റനൻസ് നടത്തുന്നതിനും ബെഡ് ഉണ്ടാക്കുന്നതിനും അടക്കം സകല സാധനങ്ങൾക്കും കമ്മീഷനാണ് അവിടുത്തെ മാനദണ്ഡം. അതായത് പരമാവധി നേരത്തെ നശിച്ചു പോകുന്ന ഉപകരണങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. എങ്കിലേ പുതിയ ഉപകരണങ്ങൾ വാങ്ങാനും കമ്മീഷൻ അടിക്കാനും പറ്റും. ഇതോടൊപ്പം സർക്കാർ ആശുപത്രിയെ തകർക്കാൻ അതിന്റെ തലപ്പത്തുള്ളവർക്ക് പഞ്ചനക്ഷത്ര ആശുപത്രി മാഫിയയും ഫാർമ മാഫിയയും വലിയ തോതിൽ ഫണ്ട് കൊടുക്കും. എങ്കിൽ മാത്രമേ സർക്കാർ ആശുപത്രി സംവിധാനം മുടിഞ്ഞു പോകൂ. എങ്കിൽ മാത്രമേ ഈ സ്വകാര്യ ആശുപത്രി മാഫിയകൾ നിലനിൽക്കൂ. ഇതിലൊരു അടിമുടി മാറ്റം വരുത്താനുള്ള ശ്രമമാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. മറ്റ് പല വകുപ്പുകളിലും മന്ത്രിമാർ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ ആരോഗ്യ വകുപ്പ് ഇതിനോടകം തന്നെ ബഹുദൂരം മുന്നിൽ എത്തിക്കഴിഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്യൂ സിസ്റ്റത്തെ അടിച്ചു പണിതത്. രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതത്തിലാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചില നിർണായകമായിട്ടുള്ള മാറ്റങ്ങളും അവിടെ നടത്തിയിരുന്നു. ഇപ്പോഴിതാ ഏറെ കയ്യടി നേടിയ ഒരു തിരുവനന്തപുരം മോഡൽ ഏറെ വൈകാതെ മറ്റൊരു മെഡിക്കൽ കോളേജുകളിലേക്ക് നടപ്പിലാക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ മന്ത്രി കെ മുരളീധരൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കമിട്ടിരുന്നു. അതായത് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഉദ്യോഗസ്ഥരോടും ഡോക്ടർമാരോടും ജനപ്രതിനിധികളോടും ജനങ്ങളും പറയണം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും മാസത്തിൽ 2 ദിവസം വീതം മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരും എത്തുകയാണ്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഒരു യോഗം വിളിക്കുകയാണ്. കായകൽപ്പം എന്നാണ് ഈ ഒരു പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും എത്തി അവിടെയുള്ള ജനപ്രതിനിധികൾ, MLA-മാരും MP-മാരും മറ്റ് ജനപ്രതിനിധികളും സാധാരണ മനുഷ്യർക്കും പ്രൊഫഷണലുകൾക്കും പ്രധാനപ്പെട്ട ഡോക്ടർമാർക്കും DMO-മാരും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു യോഗമാണ് ആരോഗ്യവകുപ്പ് വിഭാവനം ചെയ്യുന്നത്. ഈ യോഗത്തിന്റെ തുടക്കം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ആരംഭിച്ചിരുന്നു. മന്ത്രി നേരിട്ട് പങ്കെടുത്തിരുന്നു. മന്ത്രിയുടെ ഓഫീസ് സംവിധാനം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. DMO-യും താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സൂപ്രണ്ടുമാരും എല്ലാ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. ഈ ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുകയാണ് ഇവർ ആദ്യം ചെയ്തത്. ആദ്യം പരിശോധിച്ചത് കെട്ടിടങ്ങളുടെ സ്ഥിതിയാണ്. നമുക്കറിയാം, വീണ ജോർജിന്റെ കാലത്ത് ആകപ്പാടെ ഉണ്ടായിരുന്നത് കിഫ്ബി വഴി കെട്ടിടം നിർമ്മിക്കുമെന്ന പറച്ചിലാണ്. ഈ പറച്ചിൽ പറഞ്ഞിട്ട് ഞങ്ങൾ ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിച്ചിരുന്നു എന്ന് പറയും. വാസ്തവത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഊരാളങ്കൽ സൊസൈറ്റിക്ക് പണം ഉണ്ടാക്കാനാണ്, കമ്മീഷൻ പറ്റാനാണ്. എന്തായാലും കെട്ടിടങ്ങളുടെ സ്ഥിതി എന്താണെന്ന് പുതിയ സർക്കാർ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. നിലവിലുള്ള കെട്ടിടങ്ങൾ സുസ്ഥിരമാണോ? അവയ്ക്ക് മെയിൻ്റനൻസ് ആവശ്യമുണ്ടോ? പണി പൂർത്തിയാകാതെ കിടക്കുന്ന കെട്ടിടങ്ങളുണ്ടോ? പണി പൂർത്തിയാക്കിയിട്ടും പ്രവർത്തനം തുടങ്ങാത്ത കെട്ടിടങ്ങളുണ്ടോ? ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിലെ കെട്ടിടങ്ങളുടെ സ്ഥിരതയും അവയുടെ ബലവും അവയുടെ അവസ്ഥയും പരിശോധിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കിയാണ് ആദ്യത്തെ ഭാഗം. പല കെട്ടിടങ്ങളും പണി പൂർത്തിയായി ഫിറ്റ്നസ് കിട്ടാതിരിക്കുന്നത് കൊണ്ട് പ്രവർത്തനം തുടങ്ങാത്തത് കൊണ്ടും അവിടെയെല്ലാം പരിഹാരം ഉണ്ടാക്കാനാണ് നീക്കം. ഇത്തരത്തിൽ വളരെ ചെറുതും എന്നാൽ ഇതുവരെ പരിഹരിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ അപ്പോൾ തന്നെ മന്ത്രി ഉത്തരവിട്ട് പരിഹരിക്കുകയാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയതുപോലെ അടുത്തത് ഉപകരണങ്ങളാണ്. ആശുപത്രിയിൽ മിക്കയിടങ്ങളിലും ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ പലതും പ്രവർത്തിക്കുന്നില്ല. കാരണം ഏറ്റവും വില കുറഞ്ഞ കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ഉപകരണങ്ങളാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. ഈ ഉപകരണങ്ങളുടെ സ്ഥിതി എന്താണെന്ന്, പ്രവർത്തനം നിലച്ചിട്ടുണ്ടോ, അത് എന്തുകൊണ്ട് നിലച്ച് അല്ലെങ്കിൽ മാറ്റിയെടുക്കണോ, മെയിൻ്റനൻസ് എങ്ങനെയാണ്, മെയിൻ്റനൻസ് ചെയ്യണോ, CT, MRI, എക്സ്റേ, അൾട്രാസൗണ്ട് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലേ? താലൂക്ക് ആശുപത്രികൾ ആണെങ്കിലും ശരി, മുകളിലേക്കുള്ള ആശുപത്രി
ആശുപത്രികളാണെങ്കിലും ശരി, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ലിസ്റ്റും എടുക്കുകയാണ്. ആവശ്യത്തിന് സർജിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്ത ആശുപത്രികളുമുണ്ട്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും ഓർക്കുന്നുണ്ടാകും, അങ്ങനെ ഓരോ ആശുപത്രിയിലെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് എന്തൊക്കെയാണ്, ഉപകരണങ്ങൾ എന്തെല്ലാം കുറവാണ് എന്ന് ലിസ്റ്റ് എടുക്കുന്നു, അതിന് പരിഹാരം ഉണ്ടാക്കുന്നു. മൂന്നാമത്തേത് സൗകര്യങ്ങളുടെ വിലയിരുത്തലാണ്. പല ആശുപത്രികളിലും രോഗികൾ കാണില്ല, എന്നാൽ ഇഷ്ടംപോലെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കാണും. അങ്ങനെയുള്ള ആശുപത്രികളിലേക്കുള്ള സ്വാധീനമുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും സ്ഥലം മാറ്റം വാങ്ങിപ്പോകുന്ന രീതിയുമുണ്ട്. വകുപ്പിൽ എല്ലാവർക്കും അറിയാം ആ കാര്യം. അവിടെ രോഗികളില്ല, ചിലയിടത്ത് രോഗികളുടെ എണ്ണം കൂടുതലാണ്, ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരുമില്ല. ഇതെല്ലാം പരിഷ്കരിക്കുകയാണ് പുതിയ നീക്കത്തിലൂടെ. രോഗികൾ കുറവുള്ളിടത്തെ ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ജീവനക്കാരെയും രോഗികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റും. എല്ലായിടത്തും രോഗികൾ ഉണ്ടാകുന്ന തരത്തിൽ സംവിധാനം ഒരുക്കും. രോഗികൾ പലയിടത്തും ഇല്ലാതെ വരുന്നത് സൗകര്യമില്ലാത്തത് കൊണ്ടാണ്. അവിടെയൊക്കെ സൗകര്യം ഒരുക്കി കൊടുക്കും. നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള മാറ്റം വരുത്തും. ആദ്യം ചെയ്യുന്നത് പണിയില്ലാതിരിക്കുന്നവരെ അവിടെ നിന്ന് പറിച്ചെടുത്ത് പണി ഉള്ളിടത്തേക്ക് മാറ്റുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സകല സർക്കാർ ആശുപത്രികളിലെയും ലേബർ റൂമും ഓപ്പറേഷൻ റൂമും ഒക്കെ പ്രത്യേകം ഇൻസ്പെക്ട് ചെയ്ത് വേണ്ട പരിഹാരങ്ങൾ ഉണ്ടാക്കും. കൂടുതൽ യൂണിറ്റുകൾ ആവശ്യമുള്ളിടത്ത് അത് അനുവദിക്കും. എല്ലായിടത്തും പുതിയത് സജ്ജമാക്കും. ആദിവാസി മേഖലയിൽ ഉള്ളവർക്ക് മൊബൈൽ യൂണിറ്റുകൾ തയ്യാറാക്കി കൊടുക്കും, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ഇങ്ങനെ ആശുപത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെയും ജനപ്രതിനിധികളെയും കൊണ്ടുവന്ന ആശുപത്രികളിൽ ഒരു ലൈവ് ഓഡിറ്റ് നടത്തുകയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ. ഇത് മുഴുവൻ രേഖപ്പെടുത്തി വെക്കാനുള്ള പ്രത്യേക സിസ്റ്റം സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അപ്പോൾ തന്നെ പരിഹാരമുണ്ടാക്കും. അതല്ലാത്തതൊക്കെ ഈ ഒരു 2 ആഴ്ചക്കകം പരിഹരിക്കാനാണ് നീക്കം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദ്യോഗസ്ഥ പുനർവിന്യാസമാണ്. സ്വാധീനമുള്ളവർ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും വേണ്ടപ്പെട്ടവരുടെയും പണിയെടുക്കാതെ ജീവിക്കുന്ന സിസ്റ്റം ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മാത്രമല്ല, ചെറിയ പരിഷ്കാരങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ വരുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യോഗത്തിൽ പങ്കെടുത്ത ഷാഫി പറമ്പിൽ ഇതിനിടെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇപ്പോൾ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വെട്ടിക്കീറിയാണ്. അത് ബന്ധുക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവർക്ക് മൃതദേഹം കാണാൻ പോലും കഴിയുന്നില്ല. അതിനു പകരം അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം. വെർച്വൽ ഓട്ടോപ്സിയുടെ കാലമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് മന്ത്രി അംഗീകരിക്കുകയും ചെയ്തു. അതായത് ശരീരത്തിൽ മുറിവുണ്ടാക്കാതെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള പദ്ധതിക്ക് വേണ്ടി 30 കോടി രൂപ മാറ്റിവെക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകുന്നു. അങ്ങനെ ആരോഗ്യ വകുപ്പിന്റെ സമസ്ത മേഖലകളിലും എല്ലാ അർത്ഥത്തിലും അഴിച്ചുപണി നടത്തുകയാണ്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. 5-6 മാസം കൊണ്ട് സർക്കാർ ആശുപത്രികളിൽ ചെല്ലുന്നവർ സന്തോഷത്തോടെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വീണ ജോർജ് അല്ല കെ മുരളീധരൻ. കേരളം ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പരിഷ്കാരങ്ങൾ. ഇതിനോടൊപ്പം തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഒരു ലൈസൻസ് ഓഫീസറെ നിയമിക്കുന്നു. ലൈസൻസ് ഓഫീസർ ഒരു ഡോക്ടർ ആയിരിക്കും. ഈ ഡോക്ടറുടെ നമ്പർ പരസ്യപ്പെടുത്തും. രോഗികൾക്കും സാധാരണ മനുഷ്യർക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ ലൈസൻസ് ഓഫീസറെ വിളിക്കാം. ആശുപത്രികളുടെ പ്രശ്നങ്ങൾ ആ ലൈസൻസ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ചികിത്സാ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അങ്ങനെ ജനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് 6 മാസം കൊണ്ട് ആരോഗ്യ മേഖലയെ അടിമുടി മാറ്റാനാണ് മന്ത്രി മുരളീധരൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട മലയാളികളെ, ഒരു സംശയം ആർക്കും വേണ്ട, ആരോഗ്യ മേഖലയെ കെ മുരളീധരൻ ഗംഭീരമാക്കി ഉടച്ചു വാക്കുകയാണ്. വീണ ജോർജ് നാളിച്ചു പോകുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്.